സുധാകരൻ ആ നിലപാട് നിങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ അത് മീഡിയ വണ്ണിന്റെ ആർക്കൈവ്സിലുണ്ട്, മിനിഞ്ഞാന്നല്ലേ പറഞ്ഞത്. സുധാകരൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇതെന്റെ വ്യക്തിപരമായ നിലപാടാണ് എന്ന് പറഞ്ഞു. അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല. വ്യക്തിപരമായ നിലപാടുകൾ പലരും പറയാറുണ്ട്. ആ വ്യക്തിപരമായ അഭിപ്രായം ഉമാ തോമസ് പറഞ്ഞില്ലേ, ദീപ്തി മേരി വർഗീസ് പറഞ്ഞില്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഐഷ പോറ്റി CPM-ന്റെ MLA അല്ലേ, അവർ വ്യക്തിപരമായ നിലപാട് ഈ വിഷയത്തിൽ പറഞ്ഞില്ലേ? സുധാകരൻ പലപ്പോഴും പറഞ്ഞില്ലേ? അങ്ങനെ CPM നേതാക്കളും ഈ വിഷയത്തിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഐഷ പോറ്റി പറഞ്ഞത് CPM-ന്റെ നിലപാടാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആരാണോ അയാൾ പറഞ്ഞതാണ് നിലപാട്. ഇവിടെ PCC-യുടെ അധ്യക്ഷൻ ആരാണോ അദ്ദേഹം പറഞ്ഞതാണ് നിലപാട്. നോക്കൂ, അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അങ്ങ് പറഞ്ഞത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വീട് കയറിയില്ലേ, അവിടെ ഒരു വൈകാരികമായ ഒരു പ്രശ്നമുണ്ട്. അജിംസ്, നോക്കൂ, അങ്ങേക്കും അറിയാം, രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച സമയത്ത് അയാൾക്ക് വേണ്ടി വീട് കയറിയവർ, വോട്ട് ചോദിച്ചവർ, പോസ്റ്റർ ഒട്ടിച്ചവർ, അവരൊക്കെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പൊ അവർ ചിലപ്പോൾ പേഴ്സണലായി അവരുടെ വ്യക്തിബന്ധത്തിന്റെ പുറത്ത് സ്ഥലം MLA എന്നുള്ള നിലയിൽ, പിണറായി വിരുദ്ധത സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞങ്ങളുടെ കൂടെ വീട് കയറാൻ വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ രാഹുൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവാം, ചേട്ടൻ എനിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചല്ലേ ഞാനും വരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അതൊരു പ്രതിസന്ധിയായി വന്ന സമയത്ത്, പ്രശ്നമായി നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ ഉയർത്തിയ സമയത്ത്, CPM പലതും പറഞ്ഞു, അത് വിട്ടേക്ക്, ഞങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ അതൊരു വലിയ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ ഈ പാർട്ടിയിലെ രണ്ടാമൻ KC വേണുഗോപാൽ വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞു, ഞാൻ ആരുടെ നിർദ്ദേശപ്രകാരമല്ല ഇലക്ഷൻ പ്രചാരണത്തിലുള്ളത്. അതായത് പാർട്ടി പറഞ്ഞു അയാളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, ഔദ്യോഗികമായി അയാൾ ഞങ്ങളുടെ ഇലക്ഷൻ പ്രചാരകനല്ല, അയാൾ വീട് കയറുന്നതിനകത്ത് ഞങ്ങൾ കൈകെട്ടിയിടാനില്ല എന്ന് പാർട്ടി പറഞ്ഞു. അയാൾ തന്നെ പറഞ്ഞു, ഞാൻ ഔദ്യോഗികമായി പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല, എന്റെ വ്യക്തിബന്ധങ്ങളുടെ പുറത്താണ് വീട് കയറുന്നത്, അവിടെ ഞാൻ പിണറായി സർക്കാരിനെതിരായി സംസാരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അജിംസ്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുൻകാലങ്ങളിലും ഉയർന്നു വന്നിട്ടില്ലേ? അല്ല, അതുപോട്ടെ വസന്ത്. അപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് ഇതെല്ലാം ഒരു CPM തിരക്കഥയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് പറയുന്നതിന് നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല? അല്ല, അതിന്റെ കാര്യം പറയാം. അടൂർ പ്രകാശിനോടുള്ള നിങ്ങളുടെ ചോദ്യം എന്താ? CPM കോൺഗ്രസിന് നേരെ ഇത് ചാരാനുള്ള ശ്രമം CPM നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അടൂർ പ്രകാശ് പറയുന്നത് തീർച്ചയായും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയങ്ങൾ മുഴുവൻ കോൺഗ്രസിന്റെ പടലിലേക്ക് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേണ്ട. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്ത പാർട്ടിയല്ലേ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായ തെളിവുള്ള നിലപാടുള്ള കാര്യം പറഞ്ഞല്ലേ. നോക്കൂ അജിംസ്, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. കൊല്ലം ജില്ലയിൽ ആരാണ് CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത്? അത് സഖാവ് M മുകേഷാണ്. പത്തനാപുരത്ത് ആരാണ് ഈ തെരഞ്ഞെടുപ്പിനെ CPM-ൽ നയിക്കുന്നത്? അത് ട്രാൻസ്പോർട്ട് മന്ത്രി കൂടിയായിട്ടുള്ള ആളാണ്. ഇനി ഇപ്പുറത്തോട്ട് വരൂ, AK ശശീന്ദ്രന്റെ നാട്ടിൽ ആരാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF-ൽ നയിക്കുന്നത്? അത് AK ശശീന്ദ്രനാണ്. ഇനി തിരുവനന്തപുരത്ത് ആരാണ് ഈ തെരഞ്ഞെടുപ്പിനെ CPM-ന് വേണ്ടി നയിക്കുന്നത്? അത് കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പൊ അവരെല്ലാം നയിക്കുന്ന തെരഞ്ഞെടുപ്പ് LDF ഗ്യാങ്ങിൽ നിന്ന് കൈകൊട്ടി അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി 2 വീട് കയറി. ഇപ്പൊ പാർട്ടി കൃത്യമായി പറഞ്ഞു വീട് കയറണ്ട, ഞങ്ങൾക്ക് വേണ്ടി കയറണ്ട എന്ന് പറഞ്ഞിട്ട് പോലും രാഹുൽ മാങ്കൂട്ടമാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കണക്കിന് ഒരു നരേറ്റീവ് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിനെ വിമർശിക്കാനുള്ള ശക്തി, അതിനെ വിമർശിക്കാനുള്ള ധാർമ്മിക ഐഡന്റിറ്റി, ധാർമ്മികപരമായ അവകാശം CPM-നുണ്ടോ എന്ന് CPM മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ നിലപാട് കോടതിയിൽ പറയാൻ പോവുകയാണല്ലോ. അയാൾ പറയട്ടെ. അയാൾക്ക് വക്കീലിനെ ഒപ്പിച്ചു കൊടുക്കുന്ന പണിയൊന്നും കോൺഗ്രസിനില്ല. അയാളുടെ നിലപാട് പറയുന്നു. അപ്പോൾ രാഹുലിന്റെ നിയമപ്രശ്നത്തെ പാർട്ടി പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണ്.